എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നേ? നല്ല കാലം വരുമ്പോൾ ഇനി എന്താണ് നല്ല കാലം വരിക? വന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാം ഗതി ഇത് ഈ മണ്ണും പൊടിയും തിന്നുന്നവൻ അവസാന ക്ഷയം തന്നെ. ഈ കളിമണ്ണല്ലേ വലിച്ചു. ഈ യൂണിയന്റെ തണുത്ത നയമായിട്ട് എനിക്ക് യാതൊരു യോജിപ്പില്ല. ആ പുതിയ മെഷീൻ വന്നപ്പോ ഞാൻ പറഞ്ഞതാ, അന്ന് സെക്രട്ടറി എന്താ പറഞ്ഞ മാറ്റി ഉണ്ടായിരുന്നില്ലേ? ബാലനോട് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാമോ? എന്നാ മുതലാളിയും നേരെ വരും, യൂണിയനും നേരെ വരും. ഞാൻ ഏതിനുണ്ട് പാട്. ഈ ചത്ത് ജീവിക്കുന്നതിനേക്കാളും നല്ലത് ജീവിച്ചിരിക്കുമ്പോൾ ചാകുന്നതല്ലേ നല്ലത്. നീ പറയുന്നതാടാ കാര്യം. അപ്പൊ ഞാൻ കയറട്ടെ. ആ കേറിക്ക, പക്ഷെ കുടുംബാസൂത്രണം മറക്കരുതേട്ടാ. യൂണിയൻ നേതാക്കന്മാര് പറയുന്നത് നമ്മളെല്ലാം തീവ്രവാദികളാണെന്ന്. ആണെങ്കിൽ ആണടാ. ആരെ പേടിപ്പിക്കാൻ വരുന്നേ? അഥവാ പേടിപ്പിച്ചാൽ ഇവിടെയാ പേടിക്കാൻ പോകുന്നത്. എന്ത് വില കൊടുത്തും യൂണിയൻ ഈ അന്യായമായ പിരിച്ചുവിടലിനെ നേരിടാൻ പോവുകയാണ്. യൂണിയൻ ഉടനെ നടപടിയെടുക്കാൻ പോകുന്നതാണ് ഞങ്ങൾക്കറിയാത്. അതാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് കൂടാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പുതിയ മെഷീൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു പിരിച്ചുവിടലുണ്ടാവും. അപ്പൊ എക്സിക്യൂട്ടീവ് എന്താ തീരുമാനിച്ചേ? പുതിയ മെഷീൻ കൊണ്ടുവരുന്നതിന് യൂണിയൻ എങ്ങനെ തീർക്കും? കമ്മിറ്റി കൂടി പോയോ ആലോചിക്കും മറ്റും വേണ്ടെന്നാണോ ഇപ്പോൾ നിങ്ങൾ പറയുന്നത്? കമ്മിറ്റി കൂടിയും ആലോചിച്ചും ഇത് നീട്ടിക്കൊണ്ടു പോകാൻ സാധ്യമല്ല. അടുത്ത ഷിഫ്റ്റ് മുതൽ ഒരൊറ്റ തൊഴിലാളി ഫാക്ടറിക്കകത്ത് കടക്കരുത്. നിങ്ങളുടെ എടുത്തുചാട്ടങ്ങൾ കൊണ്ടൊന്നും കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല. യൂണിയൻ ചില തീരുമാനങ്ങൾ എടുക്കും, അത് നടപ്പാക്കും. ഇത് പാർട്ടിയുടെ നയമാണ്. ഈ യൂണിയൻ കമ്മിറ്റിയൊക്കെ ഞങ്ങളും കുറെ കണ്ടതാണ്. ഞങ്ങൾ ഇപ്പൊ തന്നെ മുതലാളിയെ കാണാൻ പോകുന്നു. ഓ ചെല്ലേ പോയി കണ്ടു തൊഴുത് പ്രസാദം വാങ്ങിവാ. നിങ്ങൾ യൂണിയനെ തലയ്ക്ക് മീതെ കയ്യിൽ ബഹളം ഉണ്ടാക്കരുത്. അതുകൊണ്ട് ഞങ്ങളെ കിട്ടുകയില്ല. ആ കിട്ടില്ലേ വേണ്ട, കണ്ടോളാ. ആ അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വന്ന പോലെ മിസ്റ്റർ വേണുവല്ലേ ഇവിടെ? ഒന്ന് കാണണമായിരുന്നു. യൂണിയൻ സെക്രട്ടറി ജോർജ് ആണെന്ന് പറഞ്ഞാൽ മതി. Booking? Yes, sir. Bombay 332231. Stephen, travel agent. PP. Yes, yes. 3541 Ernakulam, Gun. Then the second one. Yes, to Bombay. 223131. 223131. Venkatakrishna Iyer and Sons. Oh, sorry. Venkateshwara Iyer and Sons. Same number, 3541 Ernakulam, Gun. Excuse me. Hi, Lucy? Yes, I am Bonu here. Oh, no, baby. No, yesterday it was very late, you know. I could come only by 9:30 from Grand Hotel. No, I had a party planned. Oh, sorry, baby. No, we shall fix up a program. I shall contact you. Okay, I'm very busy now. I shall ring you up and contact you and take you to disco. Okay? Bye. ഞങ്ങൾ ഇന്നലെ കമ്മിറ്റി കൂടിയിരുന്നു. സംഘടിത തൊഴിലാളി വർഗത്തിന്റെ നേർക്കുള്ള വേണുവിന്റെ ഈ മനോഭാവം ശരിയല്ലെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇത്ര വലിയൊരു ശക്തിയെ എതിർത്ത് തോൽപ്പിക്കാമെന്ന് ധാരണയുണ്ടോ? പല കമ്പനികളും പൂട്ടിക്കെടുക്കുകയും കൊടികുത്തലും വിപ്ലവങ്ങളും കേരളത്തിൽ ഒട്ടാകെ പറന്നു പിടിച്ചിട്ടുള്ള സമയമാണ്. തൊഴിലാളികൾക്ക് അവരെ പറ്റിയുള്ള ബോധവും അവരുടെ വ്യക്തിത്വവും മനസ്സിലായിട്ടുള്ള കാലമാണ്. അതുകൊണ്ട് അവരെ കൂടുതൽ വിപ്ലവത്തിലേക്ക് നയിക്കുന്നത് നന്നായിരിക്കില്ല. ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഏത് കാരണവശാലും തിരിച്ചുവിട്ട് തൊഴിലാളികളെ തിരിച്ചെടുക്കാൻ ഞാൻ തയ്യാറല്ല. മിസ്റ്റർ വേണു പരിചയക്കുറവുകൊണ്ട് സംസാരിക്കുകയാണ്. തൊഴിലാളി മുതലാളി ബന്ധത്തിൽ ദുർവാശിക്ക് സ്ഥാനമില്ല. ന്യായമായ ഒരു ഒത്തുതീർപ്പിൽ എത്തണം ചേട്ടാ. അച്ഛൻ മരിച്ചധികം കഴിയുന്നതിന് മുമ്പ് ഫാക്ടറിയിൽ ഒരു തൊഴിൽക്കുഴപ്പം ഉണ്ടാക്കുന്നത് ശരിയല്ല. നിന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. കുഴപ്പം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല. പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക, മേലിൽ ഒഴിവ് വരുന്ന സ്ഥാനങ്ങളിലേക്ക് പുതിയ ആളുകളെ വയ്ക്കാതിരിക്കുക, അല്ലെങ്കിലോ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനുള്ള എക്സ്പാൻഷൻ ഉണ്ടാക്കുക.
ഫാക്ടറിയുടെ ഭരണകാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല. ഇടപെടുകയല്ല, കൂടുതൽ ആപത്തുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു മുന്നറിയിപ്പ് നൽകുക. മാറി വന്ന പരിസ്ഥിതികളെ കുറിച്ച് നിങ്ങൾക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഏതായാലും അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക. ഞാൻ ഇറങ്ങുക. കാരണം സഖാ. ഗോപി, താങ്ക് യു വെരി മച്ച്. എന്തായി സഖാവേ? അയാൾ വിശദമായി സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. തൊഴിലാളികളെ പിരിച്ചുവിടുന്നത് ജീവൻ കൊണ്ടുള്ള കളിയാന്ന് പറയാത്തെന്താ? ഒരു യൂണിയൻ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എനിക്ക് എങ്ങനെ അത് പറയാൻ കഴിയും? പിന്നെ അയാളുടെ തത്വജ്ഞാനം കേൾക്കാനാണ് പോയത്. കേശവ, നിങ്ങളുടെ ഈ നിലപാട് തൊഴിലാളികളുടെ കൂട്ടായ വിലപേശലിന് തടസ്സമായി വരും. എന്താ വേണ്ടതെന്ന് യൂണിയൻ ആലോചിക്കാൻ പോവുക. എന്നാ ഞങ്ങൾ നേരെ പോയി മുതലാളി ഞാൻ കണ്ടോളാം. ഓ, എന്നാ പോയി കണ്ടേച്ചു വന്നാൽ. എന്റെ മുതലാളി ഉണ്ട്. ഞങ്ങൾ കമ്പനിയിൽ പഠിക്കാൻ മുതലാളി ഒന്ന് കാണും. കാണാൻ പറ്റില്ല. ഓ അതെ. Lenin is the true continuator of Marx cause, the greatest thinker and revolutionary, the unsurpassed theoretician of communism. The doctrine of Marx, Engels and Lenin, being the... ഓ ഗീതയോ? എന്താണ് വിശേഷിച്ച്? ഗോപിയെ കാണാൻ വന്നതാണ്. കാണാൻ മാത്രം? ഇതൊരു തൊഴിലാളി താമസിക്കുന്ന സ്ഥലമാണ്. ഇരിക്കാൻ വലിയ സൗകര്യമൊന്നും ഇല്ലെങ്കിലും ഇരിക്കണം. വേണ്ട വേണ്ട, ഞാൻ ഇവിടെ നിന്നുകൊള്ളാം. എന്താണ് അറിയാനുള്ളത്? എനിക്ക് എല്ലാത്തിനെ പറ്റിയും അറിയണം. അച്ഛൻ മരിക്കുന്നതുവരെ ജീവിതത്തെപ്പറ്റി ഒന്നും മനസ്സിലായിരുന്നില്ല. അതിനെപ്പറ്റി അച്ഛൻ ഉപദേശിച്ചപ്പോഴും ഒന്നും മനസ്സിലായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് എന്നെപ്പറ്റി തന്നെ ഒന്നും അറിഞ്ഞുകൂടാ. നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയാണ് ഞാൻ ഗീതയിൽ കാണുന്നത്. ഗോപിയെ ഞാൻ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. അതാണ് ഇങ്ങോട്ട് വന്നത്. ഗോപി, എനിക്ക് നേർവഴി പറഞ്ഞു തരൂ. ഗീത എപ്പോഴും പോകും. ഇപ്പോൾ നടക്കുന്ന സമരത്തെപ്പറ്റി മനസ്സിലാക്കും. കഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് വേണ്ടി ഗീതയ്ക്ക് പലതും ചെയ്യാൻ കഴിയും. നമുക്ക് വീണ്ടും കാണാം. ഹൈസ്കൂൾ വരയ്ക്കും ഗീതന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഗുഡ്.